കഥ അമ്മയുടെ തറവാട്. കേരളത്തിലെ ഒരു പഴയ നാലുകെട്ട് തറവാട്. ആ വീട്ടിൽ താമസിച്ചിരുന്നത് ലക്ഷ്മി അമ്മയും അവരുടെ 3 മക്കളുമായിരുന്നു. ഭർത്താവ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചിരുന്നു. പക്ഷേ ഭർത്താവ് പണിത ആ വീട് വിട്ടു പോകാൻ ലക്ഷ്മിയമ്മ ഒരിക്കലും തയ്യാറായിരുന്നില്ല. ആ വീട് വെറും ചുമരുകളല്ല, നിങ്ങളുടെ അച്ഛൻ്റെ സ്വപ്നമാണ്, അവർ എന്നും മക്കളോട് പറയുമായിരുന്നു. മൂത്ത മകൻ രാജൻ നഗരത്തിൽ വലിയൊരു ബിസിനസ്സുകാരനായി. രണ്ടാമത്തെ മകൻ സുരേഷ് സർക്കാർ ജോലിക്കാരനായി. ഇളയ മകൻ മനു മാത്രം അമ്മയെ വിട്ടുപോകാതെ തറവാട്ടിൽ തന്നെ കൃഷി ചെയ്ത് ജീവിച്ചു. കാലം കടന്നുപോയി. എല്ലാവരും വിവാഹിതരായി. ഓരോരുത്തർക്കും ഓരോ ജീവിതമായി. ഒരു ദിവസം രാജനും സുരേഷും തറവാട്ടിലെത്തി. അമ്മേ, ഈ വീട് വിറ്റാൽ കോടികൾ കിട്ടും, നമുക്കെല്ലാവർക്കും പങ്കിട്ടെടുക്കാം, രാജൻ പറഞ്ഞു. ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ ഞാൻ ഒന്നും പറയില്ല, പക്ഷേ ഈ വീട് വിറ്റാൽ നിങ്ങളുടെ അച്ഛൻ്റെ ഓർമ്മയും ഇല്ലാതാകും. അവർ കേട്ടില്ല. മനു മാത്രം അമ്മയുടെ കൂടെ നിന്നു. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഈ വീട് വിറ്റുകൂടാ, അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. ഇതോടെ സഹോദരങ്ങൾ തമ്മിൽ അകലം കൂടി. മാസങ്ങൾ കടന്നു. ഒരു മഴയുള്ള രാത്രിയിൽ ലക്ഷ്മി അമ്മക്ക് നെഞ്ചുവേദന വന്നു. മനു ഉടൻ അവരെ ആശുപത്രിയിൽ എത്തിച്ചു. വാർത്തയറിഞ്ഞ് രാജനും സുരേഷും എത്തി. കിടക്കയിൽ കിടന്നിരുന്ന അമ്മയെ കണ്ടപ്പോൾ അവരുടെ മനസ്സ് തകർന്നു. ലക്ഷ്മി അമ്മ പതിയെ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ഒരു അപേക്ഷയുണ്ട്. ഞാൻ പോയാൽ ഈ വീട് വിറ്റ് കളയരുത്. വർഷത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാവരും കുടുംബമായി ഇവിടെ ഒത്തുകൂടണം. അതാണ് എൻ്റെ അവസാന ആഗ്രഹം. 3 മക്കളും കരഞ്ഞുകൊണ്ട് അമ്മയുടെ കൈപിടിച്ചു. അമ്മേ, ഞങ്ങൾ വാക്ക് തരുന്നു. അല്പസമയത്തിന് ശേഷം ലക്ഷ്മി അമ്മ ശാന്തമായി കണ്ണടച്ചു. അമ്മയുടെ മരണശേഷം രാജനും സുരേഷും തറവാട് മുഴുവൻ നടന്നു കണ്ടു. ചുമരിൽ പഴയ കുടുംബ ഫോട്ടോകൾ, മുറ്റത്ത് അവർ കുട്ടിക്കാലത്ത് കളിച്ച ഊഞ്ഞാൽ, അടുക്കളയിൽ അമ്മ ഉണ്ടാക്കിയിരുന്ന ഭക്ഷണത്തിൻ്റെ ഓർമ്മകൾ. ഓരോ കോണിലും ബാല്യകാലം ജീവിച്ചിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാജൻ പറഞ്ഞു, നമ്മൾ വിറ്റുകളയാൻ നോക്കിയത് ഒരു വീടല്ല, നമ്മുടെ ജീവിതമായിരുന്നു. സുരേഷിൻ്റെ കണ്ണുകളിൽ കണ്ണുനീർ നിറഞ്ഞു. അമ്മ ജീവിച്ചിരിക്കുമ്പോൾ അത് മനസ്സിലായില്ല. അന്നവർ വീട് വിൽക്കാനുള്ള തീരുമാനം പൂർണ്ണമായി ഉപേക്ഷിച്ചു. മനുവിൻ്റെ കൈപിടിച്ച് രാജൻ പറഞ്ഞു, ഈ തറവാട് ഇനി നമ്മുടെയെല്ലാം ഉത്തരവാദിത്തമാണ്. അന്നു മുതൽ എല്ലാ ഓണത്തിനും വിഷുവിനും മുഴുവൻ കുടുംബവും തറവാട്ടിൽ ഒത്തുകൂടാൻ തുടങ്ങി. മുറ്റത്ത് കുട്ടികളുടെ കളിച്ചിരി വീണ്ടും മുഴങ്ങി. അമ്മയില്ലായിരുന്നു, പക്ഷേ അമ്മയുടെ സ്നേഹവും അവസാന ആഗ്രഹവും ആ തറവാടിനെ വീണ്ടും ഒരു കുടുംബമാക്കി. ഗുണപാഠം: പാരമ്പര്യമായി കിട്ടുന്ന ഏറ്റവും വലിയ സമ്പത്ത് വീടോ ഭൂമിയോ അല്ല, ഒരുമയും മാതാപിതാക്കളുടെ സ്നേഹവുമാണ്. അത് നഷ്ടപ്പെട്ടാൽ ഒരു പണത്തിനും തിരികെ വാങ്ങാനാവില്ല.